ഹേ മലയാളീസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് വയനാട്ടിലെ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ ബോച്ചയുടെ ഹബ്ബിലേക്കാണ്. അവിടെ പോകുന്ന വഴിക്കുള്ള തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര അടിപൊളിയാണെന്നറിയോ ഈ ഒരു വ്യൂ. ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ് തേയിലത്തോട്ടം കാണാനായിട്ട്. പിന്നെ ആ ദൂരെ കാണുന്നതാണ് അയൺ ഹട്ട്. പിന്നെ അവിടെ കുറേ കളർ വീടില്ലേ, അതിനെ ഹട്ട് നൽകി. ഇതൊക്കെ ബോച്ചയുടെ ഇങ്ങനെ റിസോർട്ട് പരിപാടി അങ്ങനത്തെയൊക്കെയാണ് ഗൈസ്. പിന്നെ ബോച്ചെ പബ്ബിലേക്ക്, സോറി ഗൈസ് ഹബ്ബല്ല പബ്ബാണ്, പബ്ബിലേക്കാണ് ഗൈസ് ഞങ്ങൾ പോയത്. അവിടുത്തെ നല്ല ക്ലീനും നല്ല അടിപൊളിയാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഏതൊരു പബ്ബിൽ നിന്നും ഭയങ്കര വ്യത്യസ്തതരത്തിലായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു ഗൈസ് ഉള്ളത്. അമ്മ ഫോട്ടോയ്ക്ക് പോസ് ഇടുന്ന പോലെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്ത സാധനം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങൾ ഓർഡർ ചെയ്തത് കള്ളും പാൽക്കപ്പയാണ്. ഇതാണ് ഗൈസ് കള്ള്. ശരിക്കും മായമില്ല മന്ത്രമില്ല എന്ന് പറയുന്ന പോലെ കള്ള് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനും കുടിച്ചു നോക്കിയായിരുന്നു ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ്. അമ്മേനോട് കുടിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയായിരുന്നു ഗൈസ്. അപ്പോൾ അമ്മ പറയുന്നത് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ പാൽക്കപ്പയും ഐക്കൂറ ഫിഷ് കറിയാണ് ഗൈസ്. ഫിഷ് കറിയും പാൽക്കപ്പയും അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഗൈസ്. അടിപൊളി, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങളെല്ലാവരും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായി ഗൈസ്. നീ ഇതാ എൻ്റെ ചേച്ചി ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. വേഗം ഒന്ന് എടുക്കുമോ? എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഗൈസ് പറഞ്ഞത്. പിന്നെ ചെറിയൊരു സൺസെറ്റ് പോലത്തെ ഒരു വ്യൂവും കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ശരി ബൈ.